DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 4 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്: കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനം മൂലം മഞ്ഞ റേഷൻ കാർഡ് ഇല്ലാതാകില്ലെന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപനത്തെ തുടർന്നുയർന്ന സംശയത്തിനാണ് കേന്ദ്രം വ്യക്തത വരുത്തിയത്. അന്ത്യോദയ അന്നയോജന മഞ്ഞ റേഷൻ കാർഡ് തുടരുമെന്ന് MK രാഘവൻ്റെയും NK പ്രേമചന്ദ്രൻ്റെയും ചോദ്യത്തിന് ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി മറുപടി നൽകി. അന്ത്യോദയ പദ്ധതിക്ക് കൃത്യമായ മാർഗരേഖയുണ്ട്. കേരളത്തിൻ്റെ പ്രഖ്യാപനം ബാധിക്കില്ല. കേരളത്തിനുള്ള ഭക്ഷ്യധാന്യ വിതരണത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. 5.94 ലക്ഷം മഞ്ഞ കാർഡുകളാണ് കേരളത്തിലുള്ളത്. അടുത്ത അറിയിപ്പ്: സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് കുറഞ്ഞിരിക്കുകയാണ്. 160 രൂപയാണ് പവന് ഇന്ന് കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിൻ്റെ വില 95,600 രൂപയായി. ഗ്രാമിന് ആനുപാതികമായി 20 രൂപയാണ് കുറഞ്ഞത്. 11,950 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിൻ്റെ വില. ഇന്നലെ ഒറ്റയടിക്ക് 520 രൂപയാണ് വർദ്ധിച്ചത്. അടുത്ത അറിയിപ്പ്: ഡിസംബറിലെ റേഷൻ വിതരണം ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ക്രിസ്മസ് പ്രമാണിച്ച് ഡിസംബറിലെ റേഷനിൽ നീല കാർഡുകാർക്ക് 5 കിലോ അരിയും വെള്ള കാർഡുകാർക്ക് 10 കിലോ അരിയും അധികം ലഭിക്കും. കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. അതോടൊപ്പം ഈ മാസം മുതൽ സപ്ലൈകോയിൽ നിന്ന് ലിറ്ററിന് 319 രൂപ നിരക്കിൽ 2 ലിറ്റർ വെളിച്ചെണ്ണ ഓരോ കാർഡിനും നൽകും. എല്ലാ മണ്ഡലങ്ങളിലുമുള്ള സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ സബ്സിഡി സാധനങ്ങളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളും ലഭിക്കും. ഓരോ കാർഡിനും 25 രൂപ നിരക്കിൽ 20 കിലോ പച്ചരിയോ പുഴുക്കലരിയോ നൽകുന്നുണ്ട്. വനിതകൾക്ക് സബ്സിഡിയിതര ഉൽപ്പന്നങ്ങൾക്ക് 10% വരെ അധിക വിലക്കുറവും ലഭിക്കും. 1000 രൂപയ്ക്ക് മേൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 1 കിലോ പഞ്ചസാര 5 രൂപയ്ക്ക് ലഭിക്കും. 500 രൂപയ്ക്ക് മേൽ സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 250 ഗ്രാമിൻ്റെ ശബരി ഗോൾഡ് തേയില 25% വിലക്കുറവിൽ നൽകും. അടുത്ത അറിയിപ്പ്: ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് ഡിസംബറിലെ ക്ഷേമ പെൻഷൻ ഈ മാസം 15-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്ന് അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച തുകയായ 2,000 രൂപ വീതമായിരിക്കും ലഭിക്കുക. പെൻഷൻ വിതരണത്തിനായി 1,045 കോടി രൂപ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അനുവദിച്ചിട്ടുണ്ട്. 62 ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത്. 26 ലക്ഷത്തോളം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. 8 ലക്ഷത്തോളം പേർക്ക് കേന്ദ്രവിഹിതമുണ്ട്. അത്തരക്കാർക്ക് 200, 300, 500 എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും ആദ്യഘട്ടത്തിൽ അക്കൗണ്ടുകളിലേക്ക് എത്തുക. ഈ തുകയും സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്ക് ശേഷം ഈ തുകയും ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതായിരിക്കും. ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്ക് 15-ാം തീയതി മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തുമെങ്കിലും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം 2 ദിവസത്തിന് ശേഷമായിരിക്കും സജീവമാവുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.